ബീഹാറിലെ ബങ്കിപുര നിയമസഭാ നിയോജക മണ്ഡലത്തിൽ ബി.ജെ.പി. ദയനീയമായി തോറ്റിരിക്കുന്നു. അതായത് ബി.ജെ.പിയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ രാജിവെച്ച സീറ്റിലേക്കുള്ള തിരഞ്ഞെടുപ്പായിരുന്നു. സിറ്റിംഗ് സീറ്റ്. ഇതുവരെ മറ്റൊരു കക്ഷിയും അവിടെ വിജയിച്ചിട്ടില്ല. അത് മലയാള മാധ്യമങ്ങൾ ആഘോഷമാക്കുകയാണ്, ബി.ജെ.പി. വിരുദ്ധരും ആഘോഷമാക്കുകയാണ്. പക്ഷേ ഈ തിരഞ്ഞെടുപ്പ് നമുക്ക് തരുന്ന ചില സൂചനകളുണ്ട്. എൻ.ഡി.എ ഭരണം ബീഹാറിൽ ശക്തമായി തുടരും എന്നുള്ളത് തന്നെയാണ്. അതായത് ജൻസ്വരാജ് പാർട്ടി എന്ന പുതിയ പാർട്ടി, പ്രശാന്ത് കിഷോർ എന്ന് പറഞ്ഞ ഒരു ഈ തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞന്റെ നേതൃത്വത്തിൽ പുതുതായി ഉണ്ടായ പാർട്ടി, അത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമൊന്നും ഉണ്ടാക്കിയില്ല. പക്ഷെ ഈ ആദ്യമായാണ് അദ്ദേഹം, പ്രശാന്ത് കിഷോർ, മത്സരിക്കുന്നു. അവിടെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ ആർ.ജെ.ഡിക്ക് നോക്കൂ, ആർ.ജെ.ഡിക്ക് 15,000-ൽ താഴെ വോട്ട് കുറയുമ്പോഴാണ് പ്രശാന്ത് കിഷോർ 20,000-നടുത്ത് വോട്ടിന് വിജയിക്കുന്നത്. അവിടെ കൃത്യമായിട്ട് ഒരു ദീർഘകാല അടിസ്ഥാനത്തിൽ ബി.ജെ.പിക്ക് വളരെ ഗുണകരമാകുന്ന ഒരു തിരഞ്ഞെടുപ്പ് തന്നെയാണിത്. കാരണം ഭരണവിരുദ്ധ വോട്ടുകൾ വലിയ തോതിൽ വലിയ ക്യാൻവാസിലുള്ള തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വിഭജിച്ചു പോകും. ആ ഭരണവിരുദ്ധ വോട്ടുകൾക്ക് വലിയൊരു അവകാശി കൂടി ഉണ്ടായിരിക്കുന്നു ആർ.ജെ.ഡിക്ക് പോകുന്നതിനോട്. അതിൻ്റെ ഒപ്പം തന്നെ ജൻസ്വരാജ് പാർട്ടി, പ്രശാന്ത് കിഷോറിന്റെ ജൻസ്വരാജ് പാർട്ടിക്ക് കൂടി ഒരു വിഹിതം അതിൽ പോവുകയാണ്. ഇതിൽ തന്നെ സന്തോഷിക്കാൻ വരട്ടെ, ഇത് ബി.ജെ.പിക്ക് ഗുണകരമാകും എന്ന് തന്നെയാണ്. കുറച്ചുകൂടി ശ്രദ്ധയോടുകൂടി തിരഞ്ഞെടുപ്പിനെ ബീഹാറിനെ ശ്രദ്ധിക്കാനും, അത് മാത്രമല്ല നോക്കൂ, ഒരുപാട് കാലത്തിന് ശേഷം എന്നല്ല, ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രി ബി.ജെ.പിക്ക് ബീഹാറിൽ ഉണ്ടാകുന്നത്. ആ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ അവർക്ക് കുറച്ചുകൂടി ശ്രദ്ധയോടുകൂടി ഈ തിരഞ്ഞെടുപ്പിനെ നേരിടേണ്ടതുണ്ട്. അവർക്ക് വളരെ ഗുണകരമാകും ഈ തെരഞ്ഞെടുപ്പ് എന്ന് തന്നെയാണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. ബി.ജെ.പിയുടെ മുഖ്യമന്ത്രി അവിടെ അവരുടെ സഖ്യകക്ഷിയായ ജെ.ഡി.യു, ജനതാദൾ യുണൈറ്റഡ്, അത് ഏതാണ്ട് അസ്തമിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ബി.ജെ.പി. തനിച്ച് നേരിടേണ്ട ഒരു അവസ്ഥയിൽ ഭരണവിരുദ്ധ വോട്ടുകൾക്ക് ഒരു അവകാശം കൂടി ഉണ്ടാകുന്നത് ബി.ജെ.പിക്ക് ഗുണകരമാണോ എന്ന് ചിന്തിക്കുക. ഈ തെരഞ്ഞെടുപ്പ് എന്താണ് നിങ്ങളോടൊന്ന് പറയുന്നത് എന്ന് ചിന്തിക്കുക. ആഹ്ലാദങ്ങൾ മാറ്റി ചോദിച്ചുകൊണ്ട് ബി.ജെ.പി. വിരുദ്ധർ അത്തരം കാര്യങ്ങൾ ചിന്തിക്കണം. ബി.ജെ.പി. അനുകൂലികളായിട്ടുള്ള ആളുകൾ നിരാശ മറച്ചു വെച്ചുകൊണ്ട് അത്തരം കാര്യങ്ങളും ചിന്തിക്കണം എന്നാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്.